ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സാണ്. ഞാനിന്നിപ്പോൾ എടുത്തേക്കുന്നത് ഗിൽറ്റർ ഷീറ്റാണ് നമ്മുടെ ഈ ക്ലാസ്സിന് എടുത്തേക്കുന്നത്. ഇപ്പോൾ വൈറ്റ് റെഡും ഗിൽറ്റർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ റെഡ് കളറിൽ നിന്ന് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ചെറിയ ഇതളുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് സിൽവറും റെഡും ആണ്, അല്ലെങ്കിൽ വൈറ്റോ റെഡോ മതി. കാരണം നമ്മൾ ഓണത്തിൻ്റെ വർക്കുകൾ ചെയ്തപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ക്രിസ്മസിന് ഇതുപോലെ ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ കളക്ട് ചെയ്യാനും എല്ലാത്തിനും നിങ്ങൾക്ക് ടൈം കിട്ടും. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ റെഡും വൈറ്റും ആയിട്ട് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഓരോ ഇതളുകളും അതിൻ്റെ എഡ്ജ് ഭാഗം ഇതുപോലെ ഒരു കർവ് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് മൊത്തത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു ഫ്ലവർ ഷേപ്പിൽ കിട്ടും. ഇപ്പോൾ നമുക്കൊരു ഫ്ലവർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ലൈറ്റർ ഉപയോഗിച്ച് ഓരോ ഇതളും ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. പിന്നെ ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് വളച്ചു കൊടുക്കുക. ഈ രീതിക്ക് നമുക്ക് ഫുള്ളായിട്ടുള്ള ഇതളും ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾ ലൈറ്റർ ഉപയോഗിക്കുമ്പം ഭയങ്കരമായിട്ട് ചൂടാക്കരുത്, ഉരുകിപ്പോവും. നമുക്ക് ഈ ഒരു ഷേപ്പിനാണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ ഹോള് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ തന്നെ 2 എണ്ണം കൂടി മുമ്പേ ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ ഇതുപോലെ 3 എണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ എടുത്തേക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. നിങ്ങളുടെ കയ്യിലില്ലയെന്ന് വെച്ച് ടെൻഷൻ വേണ്ട, B7000 തന്നെ നിങ്ങൾ എടുത്താൽ മതി. അപ്പം നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ എടുത്തന്നേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഒന്നിന് മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനൊരു വൈറ്റ് കളറിലെ പോളനാണ് എടുത്തേക്കുന്നത്. ആ പോളൻ്റെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് അതിൻ്റെ ആ കമ്പി വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഇതിന് ഹോളിട്ടിരുന്നില്ലേ, അതിലൂടെ ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കാം. അതിനകത്തൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്ലവറായി. ഇനി നമുക്ക് 2 ലീഫ് വേണം. എൻ്റെ കയ്യിൽ ഗിൽറ്റർ ഷീറ്റ് ഇല്ല ഗ്രീൻ കളറിൻ്റെ. ഞാൻ അതിന് പകരം ഫെൽറ്റ് ഷീറ്റാണ് എടുത്തേക്കുന്നത്. നമുക്കിതുപോലെ ഒരു ചെറിയ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ തന്നെ ഞാൻ വേറെ ഒരെണ്ണം കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 ലീഫാണ് ഞാനിപ്പോൾ ഇതിലെടുത്തേക്കുന്നത്. ഗം ഇതുപോലെ ഒരെണ്ണത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്തതെടുത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. വീണ്ടും ഈ ലീഫിന് മുകളിലായിട്ട് ഗം അപ്ലൈ ചെയ്താൽ നമ്മൾ ചെയ്ത് വച്ചേക്കുന്ന ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എടുക്കാം. ഇനി നമുക്ക് വേണ്ടത്, ഇത് ബോയിൽ വേണമെങ്കിൽ ബോയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അലിഗേറ്ററിന് മുകളിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഒരു 2-3 എണ്ണം ഫ്ലവർ ചെയ്തിട്ട് സാറ്റൻ്റെ ബോയിലായാലും ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തു. അടുത്ത ഒരു മോഡൽ ഫ്ലവർ ചെയ്യാനും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഗിൽറ്റർ ഷീറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഗം അപ്ലൈ ചെയ്താണ് എടുക്കേണ്ടത്. സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഗം അപ്ലൈ ചെയ്യുക. അതിൻ്റെ സൈഡിലായിട്ട് ഗമ്മ് കൊടുത്തിട്ട് ബാക്കിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. ഞാനിത് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ഈ ഒരു രീതിക്ക് നമുക്കൊരു 6-7 ഇതളുകൾ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മൾ B7000 എടുക്കുമ്പോഴത്തേന് കുറച്ച് ഗം അങ്ങോട്ട് അപ്ലൈ ചെയ്ത് ഉടനെ ഒട്ടിക്കരുത്. ഒരു 2 സെക്കൻഡ് വച്ചതിന് ശേഷം ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ നമ്മളൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും സൈഡിലായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഗം അപ്ലൈ ചെയ്യാം. അടുത്ത പെറ്റിലെടുത്ത് ഇതുപോലെ വച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾ കുറച്ച് പേർക്ക് മെറ്റീരിയൽ വാങ്ങിക്കാൻ പറ്റണില്ല എന്ന് പറയും. അപ്പോൾ അവർക്കായിട്ട് ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റും. കാരണം ഇത് കൂടിപ്പോയാൽ ഒരു 15 രൂപ, അതിനപ്പുറം ആവില്ല. നിങ്ങൾ ആ ഒരു 15 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 50 രൂപയ്ക്ക് പുറത്ത് നിങ്ങൾക്ക് ആ ഒരു ഷീറ്റ് ഗിൽറ്റർ ഷീറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലവറോ അല്ലെങ്കിൽ വേറെ ഷേപ്പുകളോ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഗിൽറ്റർ ഷീറ്റ് വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക. നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഫ്ലവർ ആക്കിയെടുത്തു.
ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ആ ഹോള് കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റോണോ അല്ലെങ്കിൽ ബീഡ്സോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലുള്ള ഒരു 3 ബീഡ്സ് വരുന്ന സ്റ്റോണാണ് എടുത്തേക്കുന്നത്. അതിനെ ഇതുപോലെ സെൻറ്ററിലായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതും നമുക്ക് സാറ്റൻ്റെ വൈറ്റ് ബോയിലോ റെഡ് ബോയിലോ അല്ലെങ്കിൽ അലിഗേറ്ററിലോ നെയിലോൺ ബാൻഡിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അടുത്ത ഫ്ലവറും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തേക്കുന്നത് റെഡ് കളറിൻ്റെ തന്നെ ഗിൽറ്റർ ഷീറ്റിനെ ഇതുപോലൊരു സ്ക്വയറല്ല, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടു ഇതുപോലെ ഒരു ഷേപ്പിന് നമുക്ക് വീണ്ടും അതിനെ മടക്കി കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം സ്റ്റെൻസിൽ കിട്ടും. ആ സ്റ്റെൻസിൽ വാങ്ങിയതിന് ശേഷം ഗിൽറ്റർ ഷീറ്റിലായിട്ട് വച്ച് ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ഗം അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഗിൽറ്റർ ഷീറ്റിൻ്റെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനെ ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ മക്കളുടെയൊക്കെ റെഡ് കളർ ഫ്രോക്കൊക്കെ ഇട്ടിട്ട് ഇതൊരു അലിഗേറ്ററിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കുഞ്ഞുങ്ങളുടെ തലയിലിരിക്കുന്ന കാണുമ്പോൾ. ഇതും നമുക്ക് സെൻറ്റർ ക്ലിപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അലിഗേറ്ററിലോ അല്ലെങ്കിൽ ഇതുപോലെ സാറ്റൻ്റെ ബോയിലോ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാവേ. ഞാനിപ്പോൾ ഇത് ഒരു അലിഗേറ്ററിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു മോഡൽ ചെയ്ത് വച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് നമുക്കൊരു വീഡിയോ ഷോർട്സ് ആക്കി എടുക്കാമേ. അടുത്തത് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറിയതായിട്ട് മടക്കി കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ത്രെഡ് അങ്ങാണ് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഗം ഉപയോഗിക്കാം. പിന്നെ വീണ്ടും നമ്മൾ ആ റെഡ് ഷേപ്പിൽ തന്നെ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഗിൽറ്റർ ഷീറ്റിനെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ സൈഡിലൂടെ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഒരുപാട് മോഡൽ ഗിൽറ്റർ ഷീറ്റ് വെച്ചിട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള മോഡൽസുകൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടിടാനും മറക്കല്ല്. അപ്പം നമ്മൾ ഇത്രയും മോഡൽസാണ് ഇന്ന് ക്ലാസ്സിലുള്ളത്. ഓക്കെ, താങ്ക് യു.